2026 മാർച്ച് 20 PSC കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116. 116ാമത്തെ സ്ഥാനമാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. എൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നത് പോലെ പഠിച്ചു പോവുക. ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാം സ്ഥാനം ആർക്കായിരുന്നു? ഫിൻലാൻഡിനായിരുന്നു. നമ്മുടെ ഇന്ത്യക്ക് 116, ഒന്നാം സ്ഥാനം ഫിൻലാൻഡ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ സ്ഥാനം ആർക്കായിരുന്നു? അഫ്ഗാനിസ്ഥാൻ. അപ്പം 116ാമത്തെ സ്ഥാനം നമ്മുടെ ഇന്ത്യ, ഒന്നാം സ്ഥാനം ഫിൻലൻഡ്, അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ സ്ഥാനം അഫ്ഗാനിസ്ഥാൻ. ഓക്കെ ആയില്ലേ? ഇനി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്കാണ്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്കാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഒന്നും കൂടി പറയാം, പേരെന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താ? സുസ്ഥിര വികസനം. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ OBC പട്ടികയിൽ ചവളക്കാരൻ സമുദായത്തോടൊപ്പം പുതുതായി ഉൾപ്പെടുത്താൻ മന്ത്രിസഭ തീരുമാനിച്ച വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ചവളർ, ചവളം, ചവള, സേർവായി. 4 പേരാ. 3 ഏകദേശം ഒരുപോലെ ഇരിക്കുവേ. ചവളർ, ചവളം, ചവള, സേർവായി. ഇത് 4 പേരുകളാണ് OBC പട്ടികയിൽ ചവളക്കാരൻ സമുദായത്തോടൊപ്പം. ഏത് സമുദായമാണ്? ചവളക്കാരൻ സമുദായത്തോടൊപ്പം പുതുതായി ഉൾപ്പെടുത്താൻ നമ്മുടെ മന്ത്രിസഭ തീരുമാനിച്ച വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ചവളക്കാരോടൊപ്പം തീരുമാനിച്ച 4 വിഭാഗം: ചവളർ, ചവളം, പിന്നെ ചവള, സേർവായി. ഇത്രയാണ് കേട്ടോ, മറക്കല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ ബോർഡാണ്? വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? KS ഹംസ. KS ഹംസയാണ് കേരള സംസ്ഥാന വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാൻ. പുതിയ ചെയർമാന്റെ പേര് KS ഹംസ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. കുട്ടികളിൽ ഗുരുതര വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ, എന്തു രോഗമാ? വൃക്കരോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആ പദ്ധതി പ്രതീക്ഷ. അപ്പൊ വൃക്കരോഗവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? പ്രതീക്ഷ. വൃക്ക പ്രതീക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് തമിഴ് നടന്റെ റേസിംഗ് ജീവിതത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന ഡോക്യുമെന്ററിയാണ് ഗ്ലാഡിയേറ്റർ? ഗ്ലാഡിയേറ്റർ ആരുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയാണ്? അജിത് കുമാർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയാണ് ഗ്ലാഡിയേറ്റർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ICAR വികസിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഏതാണ്? ദേശീയ ജെൻഡർ പ്ലാറ്റ്ഫോം. ദേശീയ ജെൻഡർ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കാർഷിക മേഖലയിലൊക്കെ ഉള്ള സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്താനായിട്ട് വികസിപ്പിച്ചത്. അപ്പൊ എന്താണ് പേര്? ദേശീയ ജെൻഡർ പ്ലാറ്റ്ഫോം. അടുത്ത ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഗാർഡിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യയെ ചുറ്റി സഞ്ചരിച്ച് വിഴിഞ്ഞത്തെത്തിയ പായ്ക്കപ്പൽ ഏതാണ്? അന്താര ആണ്. പേരെന്താ? അന്താര ആണ്. കോസ്റ്റ് ഗാർഡിന്റെ 50ാം വാർഷികം, മറക്കല്ല്, 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യയെ ചുറ്റി സഞ്ചരിച്ച് വിഴിഞ്ഞത്തെത്തിയ പായ്ക്കപ്പൽ പേരെന്താണ്? അന്താര. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഉദങ്ങുടി സൂപ്പർ ക്രിട്ടിക്കൽ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് ഉദങ്ങുടി സൂപ്പർ ക്രിട്ടിക്കൽ താപവൈദ്യുത നിലയം ഉള്ളത്. അപ്പം എവിടെയാണ്? തമിഴ്നാട്. ഉദങ്ങുടി സൂപ്പർ ക്രിട്ടിക്കൽ താപവൈദ്യുതി നിലയം, തമിഴ്നാട്. പഠിച്ചു വെക്കണം, മറക്കരുതേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഏത് തമിഴ്നാട് പറഞ്ഞിരുന്നല്ലോ നമ്മളല്ലേ, തമിഴ്നാടന്റെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഡോക്യുമെന്ററി
ഗ്ലാഡിയേറ്റർ അത് ഏത് തമിഴ് നടനാണ്? അജിത് കുമാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പഠിച്ചതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം അറിയായിരിക്കും അല്ലേ? അപ്പോൾ ആൻസർ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. നന്ദി.